മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജനങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് മാരണവിദ്യയാണ്. മെസ്മരിസം, ജാലവിദ്യ, കങ്കട്ട്, മെന്റലിസം എന്നൊക്കെ പറയുന്ന പരിപാടികളാണ് അന്നത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ കഴിവ്. അതിനെ മറികടക്കുന്ന വടി, അതാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര പ്രസിദ്ധമായ വടി എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നബിമാർക്ക് അങ്ങനെ കൊടുത്തത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ് ഷെയ്ത്താൻ മിസ്മാറുകൾ, വാദ്യോപകരണങ്ങൾ കൊണ്ടുവരുന്നത്. പാട്ടുപാടാൻ വേണ്ടി കൈനാത്ത് മഹാസി, പാട്ടുകാർ അധികരിച്ച ഒരു കാലഘട്ടത്തിലാണ് മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹി ഇസ്ലാം വരുന്നത്. അതുകൊണ്ട് എല്ലാ വാദ്യോപകരണങ്ങളെയും എല്ലാ പാട്ടിനെയും മറികടക്കുന്ന ശബ്ദമാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്ത്. അതിനാൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട വേദഗ്രന്ഥം പദ്യമായിരുന്നു. മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതയാണ്, സ്വർഗത്തിൽ സ്വർഗാവകാശികൾക്ക് പാട്ടു കേൾക്കാൻ വേണ്ടി ആഗ്രഹം തോന്നുമ്പോ ദാവൂദ് നബിനെ വിളിക്കണേന്റെ കാരണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ആഫിൽ ജന്നത്തി സമാഉൻ, സ്വർഗത്തിൽ പാട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവും, പാട്ടുണ്ടാവും. അപ്പൊ ആ സഹാബി ചോദിച്ചു, സ്വർഗത്തിലെ പാട്ട് എങ്ങനത്തെ പാട്ടേക്കാരെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അത് ഹംദും തസ്ബീഹും ചേർന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നതിനെ ജൂതന്മാർ അംഗീകരിക്കും. പക്ഷെ അറുക്കാൻ കൊണ്ടുപോയത് ഇസ്മായിൽ നബിനെ അംഗീകരിക്കൂല. തൗറാത്തിലും ഇഞ്ചീലിലും ഈ താരീഖുണ്ട്. ആദ്യമായി ജൂതന്മാര് തിരുത്തിയത് ഈ പേരാണ്. ഇസ്മായിൽ നബിയുടെ പേരുള്ളോടത്ത് മെല്ലെ സദറുസ്താദിന്റെ വൈറ്റ്നർ എടുത്തുകാണ്ട് ഒന്ന് മായിച്ചിട്ട് അവിടെ ഇസാഖെന്ന് എഴുതി. അതാണ് ആദ്യം കാട്ടിയത്. ഫസ്റ്റത്തെ തിരുത്ത് ആ തിരുത്താണ്. അങ്ങനെ തിരുത്തിയപ്പോ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ വെച്ചാല് ഈ സംഭവം നടക്കുന്നത് മക്കത്താണല്ലോ. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് മക്കത്താണ്. ഇസാഖ് നബി ആണെങ്കിൽ മക്കത്തേക്ക് തീരെ വന്നിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ തിരുത്തും കൂടിയും തിരുത്തേണ്ടി വന്നു. അതേ വൈറ്റ്നർ എടുത്തുങ്ങാണ്ട് മക്ക വെട്ടിങ്ങാണ്ട് അവിടെ ഫലസ്തീനും കൂടി ഉണ്ടാക്കി. ഈ തിരുത്തിയ പിന്നെ അങ്ങനെ വേണ്ടി വരും, ഒരു തിരുത്തുമ്പോ നിൽക്കൂല എന്നുള്ളതാണ്. തിരുത്തിയ പിന്നെ അങ്ങനെയാണ്, പിന്നെ അങ്ങനെ തിരുത്തേണ്ടി വരുമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ പോലും പിന്നെ നോക്കുമ്പോ ആകെ പ്രശ്നമാണ്. അപ്പൊ മൊത്തം തിരുത്തി. അങ്ങനെയാണ് പിന്നെ ഉണ്ടായത്. ആദ്യം തിരുത്തിയത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പേര് വെട്ടിങ്ങാണ്ട് ഇസാഖ് നബിയുടെ പേരാക്കലാണ്. പിന്നെ അതിലേക്ക് ഒപ്പിക്കാൻ ആവശ്യമായ തിരുത്തലുകളൊക്കെ അങ്ങനെ തിരുത്തിയിട്ട് നമ്മൾ പറയല്ലോ, ഈ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന്, അത് മുറിച്ചു. അങ്ങനെ മുറിച്ചപ്പോ പിന്നെ അങ്ങനെ എന്താ ഇതൊക്കെ പറയാൻ കാരണം എന്താ പറയുക, അതിനൊരു കാരണമുണ്ട്. ഇന്ന് ലോകവ്യാപകമായി മില്ലത്തു ഇബ്രാഹിം എന്ന ഒരാശയം ഉയർന്നു വരുന്നുണ്ട്. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. മില്ലത്തു ഇബ്രാഹിം അല്ലെങ്കിൽ ഉമ്മത്തു ഇബ്രാഹിം എന്ന് പറയുന്ന ആശയം ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന വേദക്കാർ ഒന്നാണ് എന്ന ആശയമാണ്. അവർ സഹകരിച്ചു പോകണം എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. സഹകരിച്ചു പോകണം എന്നുള്ളതിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഒന്നാണെന്ന് പറയാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകൾ ഈസാ നബി അലൈഹി ഇസ്ലാം വരുമ്പോൾ ഈസാ നബിയെ കൂടി അംഗീകരിക്കേണ്ടതായിരുന്നു. അംഗീകരിച്ചവർ ഈസാ നബിയുടെ ആൾക്കാരായി, അംഗീകരിക്കാത്തവർ മൂസാ നബിയുടെ ആളുകളായിട്ട് ഉറച്ചു നിന്നു. അതിനാൽ തന്നെ അവർ വഴിതെറ്റി. മൂസാ നബിയുടെയും അലൈഹിസ്സലാം ഈസാ നബിയുടെയും അലൈഹിസ്സലാം ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അംഗീകരിക്കേണ്ടവർ ആയിരുന്നു. പക്ഷേ അംഗീകരിച്ചില്ല. അംഗീകരിച്ചവർ മുസ്ലിങ്ങളായി, അല്ലാത്തവർ അതേ നില തുടർന്നു. അതിനാൽ അവർ വഴിതെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആശയങ്ങൾ തമ്മിൽ ഒന്നാവുന്നില്ല, സഹകരിച്ചു പോകണ്ട എന്ന അഭിപ്രായം നമുക്കില്ലേനും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മൂന്നിനെയും കോർത്തിണക്കി മില്ലത്തു ഇബ്രാഹിം, ഉമ്മത്ത് ഇബ്രാഹിം തുടങ്ങിയ ആശയങ്ങൾ ലോകവ്യാപകമായി ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ചുരുക്കരൂപമാണ് ഈ മില്ലത്ത്, ഉമ്മത്ത് എന്നൊക്കെ പറഞ്ഞ സംഗതി. എല്ലാതും അങ്ങനെയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ അല്ലാത്ത അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ സാധനം ഇതാണ്. ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ആശയത്തെ ഇപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളതിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ സുന്നി എന്ന് പറഞ്ഞത്. എന്ന മാതിരി
മില്ലത്ത് ഇബ്രാഹിം, ഉമ്മത്ത് ഇബ്രാഹിം എന്നിവയെ ചുരുക്കിയാണ് മില്ലത്ത് ഉമ്മത്ത് എന്ന ആധുനിക പ്രയോഗം വന്നിട്ടുള്ളത്. ഈ പ്രയോഗത്തിൽ നമ്മൾ പരസ്യമായി പുറത്തു പറയാൻ ഭയപ്പെടുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വരെ പെട്ടുപോയിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ യുദ്ധങ്ങൾ വരേക്കും ഈ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി വിലയിരുത്താൻ നമുക്ക് സാധിക്കും. ഈ ഉമ്മത്ത് ഇബ്രാഹിമിയ, മില്ലത്ത് ഇബ്രാഹിമിയ എന്നീ ആശയങ്ങൾ, ഈ ആശയത്തെ ചില ആളുകൾ ആഗോള സുന്നിസം എന്നും വിളിക്കുന്നുണ്ട്. ശരിക്കും ആഗോള സുന്നിസത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് എന്ന് കാണാൻ പറ്റും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞത് വേറെ തന്നെ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയേണ്ടി വന്നത് ശംസുൽ ഉലമയുടെ നവറല്ലാഹു മർഖദ, അല്ലാഹുവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, മഹാനവർഗയുടെ പ്രഭാഷണത്തിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇസ്ലാമിന്റെ നേർരൂപമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോ തന്നെ മനസ്സിലാവും അതല്ലാത്തൊരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും ഉണ്ട് എന്ന്. ഇസ്ലാമിന്റെ നേർരൂപമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാണ് മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലാ ഒരു കാലഘട്ടത്തിന്റെ മുജ്തഹിദാണ്. നമ്മൾ മനസ്സിലാക്കുന്നതിനെത്രയോ അപ്പുറത്താണ് മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലയുള്ളത്. ഒരേ സമയത്ത് മഹാനവറുകൾ ശരീഅത്തിന്റെയും അതേ സമയത്ത് ത്വരീഖത്തിന്റെ മാരിഫത്തിന്റെ ലോകത്തും തിളങ്ങിയിരുന്ന ഒരു വലിയ മനുഷ്യനാണ്. പക്ഷെ നമ്മള് മഹാനായ ശംസുൽ ഉലമയുടെ ശരീഅത്തിന്റെ ലോകം മാത്രമാണ് കണ്ടത്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ അവസരമുണ്ടായത്. അല്ലാത്തത് കാണാൻ അവസരമുണ്ടായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലയെ നമ്മൾ എപ്പോഴും പരാമർശിക്കുകയും അവിടുത്തെ മാർഗങ്ങളെ കുറിച്ച് എപ്പോഴും പറയുകയും ചെയ്യുന്നതിന്റെ ഒരു കാരണം, ഓരോ പ്രയോഗങ്ങളിലും ഈ കാര്യം നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആദം നബി അലൈഹി ഇസ്ലാം മുതലാണ് ആരംഭിക്കുന്നത്. 1,24,000 അമ്പിയാക്കൾ എന്ന് കൃത്യമായ കണക്കായിക്കോളുന്നില്ല, ഒരുപക്ഷെ അതൊരു റൗണ്ട് ഫിഗർ പറഞ്ഞതായിരിക്കാം. 2,24,000 എന്ന അഭിപ്രായവുമുണ്ട്. ലോകത്ത് അമ്പിയാക്കൾ പരിശുദ്ധമായി ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള നബിമാരുണ്ട്. വേദങ്ങൾ നൽകപ്പെട്ടവരുണ്ട്, ഏട് നൽകപ്പെട്ടവരുണ്ട്, മുൻഗാമികളെ പിന്തുടരാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടവരുണ്ട്. ഒരേ കാലത്ത് ഒന്നിലധികം നബിമാരുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം തന്നെ എടുത്താൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അതേ കാലത്ത് തന്നെയാണ് മഹാനായ സയ്യിദുന ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഉണ്ടാകുന്നത്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരനായ ഹാറൂൻ തന്നെ നബിയാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ നബിയാണ്. അങ്ങനെ മുൻകാലക്കാരായ അമ്പിയാക്കളുടെ ഒരേ കാലഘട്ടത്തിൽ തന്നെ വേറെയും നബിമാർ ഉണ്ടായിട്ടുണ്ട്. ചില നബിമാർ ചില പ്രദേശത്തേക്ക് മാത്രമുള്ളതാണ്, ചില നബിമാർ ചില ഉമ്മത്തുകളിലേക്ക് മാത്രമുള്ളതാണ്. ചില നബിമാർക്ക് ആദ്യം നുബുവത്ത് ഉണ്ടാവുകയും പിന്നെ നുബുവത്ത് ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്.